संगति में बैठने पाए। സന്തോഷമുള്ള മുഖങ്ങളുമായിട്ട് നമുക്ക് ദൈവമായി ആയിരിക്കാം ഇന്ന് രാവിലെ. हम एक आनंद के साथ हम इस संगति में आज बैठेंगे। നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സമാധാനത്തോടെ ജീവിച്ചു. हम पिछले एक हफ्ते शांति पूर्वक हम अपने जीवन को बिताए थे। കർത്താവിന്റെ വേല പല സ്ഥലം ചെയ്യുവാൻ ദൈവം നമുക്ക് കൃപ നൽകി. परमेश्वर की सेवकाई करने के लिए भिन्न जगहों में प्रभु ने हमें सामर्थ्य दिया. ഞങ്ങളെയും കുടുംബമായി പല സ്ഥലങ്ങൾ ഉത്തർപ്രദേശ് പരിപാലിച്ചു. हमारे परिवार को भी परमेश्वर ने बहुत ही सुंदर तरीके से चलाया. സകല ആരാധനയും സകല മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. सारा आदर और सारी महिमा हम उस परमेश्वर को ही देते हैं. ഈ ആരാധനയുടെ പകലാണല്ലോ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ നിറഞ്ഞ ഹൃദയവുമായി ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി നാം ഒരുമിച്ച് ഉണർന്നിരിക്കുകയാണ്. आज आराधना का दिन है, इसलिए हम बहुत आनंद के साथ और ऊर्जा के साथ हम आज बैठे हैं. നാം പാട്ടുകളെല്ലാം പാടി ദൈവത്തെ ആരാധിച്ചു. हम गीतों के साथ उस परमेश्वर की आराधना की. അതിരാവിലെ ഉണർന്ന് പലരും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരുന്നു. भोर को उठ करके काफी लोग प्रार्थना में बैठे हुए थे. കുറച്ച് സമയം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ വചനവുമായിട്ടായിരിക്കാം. तो कुछ समय हम परमेश्वर के वचन से हम सीखने जा रहे हैं. എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. मैं ऐसा इच्छा करता हूँ कि आप सब शांतिपूर्वक और ध्यान से ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഇരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ തന്ന ചില ചിന്തകളുമായിട്ട് ദൈവസന്നിധിയിലായിരിക്കുക. जब मैं हम प्रार्थना के साथ बैठे हुए थे तो परमेश्वर की आत्मा ने कुछ वचन मेरे दिल में दिए. എന്നെ ആഴത്തിൽ ചിന്തിപ്പിച്ച ചില ചിന്തകൾ നാം ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുക. मुझे गहराई से छूने वाले कुछ पद को परमेश्वर ने दिया, हम मिलके उस पर चर्चा करेंगे. ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും കേൾക്കുവാനും ദൈവിക ശബ്ദം കേൾക്കാനുള്ള ആഗ്രഹത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്നു. मैं ऐसा आशा करता हूँ कि आप सब परमेश्वर के वचनों को सुनने के लिए तैयार हैं. ഒരു പ്രാവശ്യം കൂടെ ബഹുമാനരായ ദൈവദാസന്മാർക്ക് വന്ദനം അറിയിക്കുന്നു. एक और बार सारे बहुमूल्य दासों का हम धन्यवाद करते हैं. എല്ലാ ദൈവദാസിമാർക്കായി പിതാക്കന്മാർക്കായി എല്ലാം സ്തോത്രം. सारी प्रभु की दासियों का आत्मिक पिताओं का हम धन्यवाद करते हैं. ഇങ്ങനെ ഒരു ആത്മീക മൂവ്മെന്റ് ചെയ്യുവാൻ ദൈവം അഭിഷിക്തന്മാരെ ഒരുക്കിയല്ലോ. ऐसा एक संगति बनाने के लिए प्रभु के दासों को प्रभु ने सामर्थ्य दिया. ഈ കൂട്ടായ്മ എനിക്കും ഞങ്ങളുടെ കുടുംബത്തിനും വലിയ അനുഗ്രഹവും സന്തോഷത്തിനും കാരണമാണ്. ये संगति मेरे परिवार के लिए और मेरे लिए बहुत ही आनंद और अभिषेक का कारण है. ഈ പകലിലും ദൈവം നമ്മളെ സഹായിക്കട്ടെ. इस सुबह के समय परमेश्वर हमें सहायता करे. മത്തായി സുവിശേഷം 15-ാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം 1-2 വാക്യങ്ങൾ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കുന്നു. आज के वचन है हमारा मत्ती रचित सुसमाचार उसके 15वें अध्याय का पहला और दूसरा वचन. എല്ലാവർക്കും ആ ഭാഗം ഒന്ന് വേദപുസ്തകം തുറന്ന് ആ ഭാഗം നോക്കാം. सब लोग अपनी बाइबल को खोल करके वो पदों को पढ़ सकते हैं. മത്തായി സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. मत्ती रचित सुसमाचार 15वें अध्याय का पहला और दूसरा वचन. അനന്തരം യെരൂശലേമിൽ നിന്ന് പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിന്റെ അടുക്കൽ വന്നു, നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നത് എന്ത്? അവർ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. वहां से लिखा है, तब यरूशलेम से कुछ फरीसी और शास्त्री यीशु के पास आकर कहने लगे, तेरे चेले पूर्वजों की परंपराओं को क्यों टालते हैं कि बिना हाथ धोए रोटी खाते हैं. ദൈവം നമ്മളെ സഹായിക്കട്ടെ. വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് വലിയ ആത്മീയ ചിന്തകളെ ഇന്ന് രാവിലെ നമ്മുടെ അറിയിപ്പാൻ പോകുകയാണ്. प्रभु हमें सहायता करे. प्रभु इन वचनों से हमें बहुत ही बड़ी बातों को आज समझाने वाला है. നിരന്തരമായി എത്രയോ പ്രാവശ്യം വായിച്ചിട്ടുള്ള വാക്യങ്ങളാണ് ഈ വാക്യങ്ങൾ. कई बार हम इन वचनों को पढ़ चुके हैं पहले. ഇന്ന് രാവിലെ വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് ഈ വാക്യങ്ങളിലൂടെ നമ്മോട് സംസാരിക്കട്ടെ. एक और बार परमेश्वर की आत्मा हमसे इन वचनों के द्वारा बात करने पाए. യെരൂശലേമിൽ നിന്ന് ചില പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിന്റെ അടുക്കിലേക്ക് വരുന്നു. यरूशलेम से कुछ शास्त्री और फरीसी यीशु मसीह के पास आते हैं. യേശു കർത്താവിന്റെ കൂടെ നിരവധി ആളുകൾ ദൈവത്തിന്റെ വചനം കേൾക്കുന്നു, കർത്താവിനെ സൗഖ്യമാക്കുന്നു, അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നു. കർത്താവിന്റെ കൂടെ വലിയൊരു കൂട്ടം പുരുഷാരമുണ്ട്. यीशु मसीह के साथ बहुत बड़ी भीड़ है जो कि यीशु मसीह उनको वचन सुना के उनका अद्भुत कार्य वहां कर रहा है. ഇവിടെ വളരെ ചരിത്രത്തിൽ നാം ഈ വാക്കിന്റെ അർത്ഥങ്ങളെ മനസ്സിലാക്കിയാൽ വളരെ പ്രധാനമായ ഒരു കൂടിക്കാഴ്ച നടക്കുന്ന സമയമായിരുന്നു ഈ പ്രത്യേക സമയം. ये जो एक समय है वो हम अगर इतिहास के पन्नों में देखें तो बहुत ही महत्वपूर्ण एक समय है. യേശു കർത്താവിന്റെ അടുക്കലേക്ക് പരീശന്മാരും ശാസ്ത്രിമാരും കടന്നു വരുന്നു. यीशु मसीह के पास फरीसी और शास्त्री चल के आते हैं. യേശുവിനെ കാണുന്നു, यीशु मसीह को देखते हैं, അവർ തമ്മിൽ സംസാരിക്കുന്നു. वो आपस में बात करते हैं. അതെ, ഇത് ചരിത്രത്തിൽ സ്ഥാനം നേടിയ പ്രത്യേക സമയമാണ്. हमें ये एक इतिहास में बदलने वाला एक समय है. വലിയ സ്ഥാനം നേടിയ സമയമാണ്. इतिहास में बहुत ही बड़ा एक जगह एक लिया हुआ एक समय है. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം ഇന്ന് രാവിലെ. बहुत ही प्रार्थना पूर्वक हम आज इस वचनों को सीखेंगे. യേശുവിനെ കാണുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമേറിയ വലിയ പ്രാധാന്യമുള്ള സമയമാണ് കർത്താവിനെ കാണുന്ന സമയം.
हमें जब हम एक कोई इंसान यीशु मसीह से मिलता है, अगर उनसे बात करता है, तो बहुत ही महत्वपूर्ण समय है उसके लिए। യേശു കർത്താവിനോട് ചേർന്നിരിക്കുക, കർത്താവിനോട് സംസാരിക്കുക, ആ കൂട്ടായ്മ അനുഭവിക്കുക, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ കേൾക്കുക, ഇതിലപ്പുറം സന്തോഷമുള്ള മറ്റൊരു ഇടവും സ്ഥലവുമില്ല. हमें इस संसार में और कोई ऐसा जगह नहीं होगा अगर यीशु मसीह के साथ हम बैठे उसकी संगति का अनुभव करें और इस स्वर्गीय बातों को हम सीखें। ഈ രീതിയിൽ കർത്താവിനോട് ചേർന്നിരിക്കുന്ന അനുഭവമുള്ളവരാണ് ഇന്ന് രാവിലെ നാം ഒരുമിച്ചായിരിക്കും നാം എല്ലാവരും. हम सब इन अनुभव को अनुभव कर चुके हैं। ജീവിതത്തിന്റെ പ്രത്യേകമായ സമയത്തിൽ, പ്രത്യേക കാലങ്ങളിൽ, കാലഘട്ടങ്ങളിൽ ജീവിതത്തിലെ പ്രത്യേക അനുഭവങ്ങൾ യേശുവുമായി കൂട്ടായ്മ ആചരിപ്പാൻ, യേശുവിനെ കണ്ടെത്തുവാൻ, കണ്ടുമുട്ടുവാൻ ലഭിച്ച അവസരം ആ ദിവസത്തെ ഓർത്ത് രാവിലെ സ്തോത്രം പറയണം. उस दिन को हम याद करेंगे कि जिस दिन हम यीशु मसीह के सामने खड़े थे, जब परिस्थितियां विपरीत थी, तो यीशु मसीह के साथ हमने संगति किए थे। ആമേൻ. ആ പ്രത്യേക സമയത്തെ ഓർത്ത് സ്തോത്രം പറയാം. उस समय के लिए हम धन्यवाद करें। യേശുവുമായി കൂട്ടായ്മ ആചരിപ്പാൻ, കണ്ടുമുട്ടുവാൻ, മുഖാമുഖമായി കണ്ട് സംസാരിപ്പാൻ, ആത്മീക ദൃഷ്ടിയിൽ കണ്ട് കർത്താവിനെ സ്തുതിപ്പാൻ ഇടയാക്കിയല്ലോ. ആ ദൈവത്തിന്റെ വലിയ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. उस समय का हम धन्यवाद करें सोच के कि जिस समय हम यीशु मसीह के साथ मुखामुख हम बात कर रहे थे। യേശു കർത്താവിന്റെ ജീവിത സമയത്ത് താൻ ശരീരത്തോടെ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവിനെ കണ്ടുമുട്ടിയവരെല്ലാവരും നമുക്കറിയാം നിരവധി പേരുണ്ട്. हम जानते हैं जब यीशु मसीह संसार में था तो यीशु मसीह से मिले हुए काफी लोग थे। രാജാക്കന്മാർ കർത്താവിനെ കണ്ടു. यीशु मसीह से राजा लोग मिले थे। പുരോഹിതന്മാരും പരീശന്മാരും ശാസ്ത്രിമാരും സദൂക്യന്മാരും സമൂഹത്തിലെ മതത്തിന്റെ പണ്ഡിതന്മാർ യേശു കർത്താവിനെ കണ്ടു. इस धर्म के कई सारे पुरोहित, शास्त्री, फरीसी यीशु मसीह से मिले थे। സമൂഹത്തിന്റെ വ്യത്യസ്തരായ ആളുകൾ കർത്താവിന്റെ അടുക്കൽ വന്ന് സംസാരിച്ചു. രോഗികൾ വന്നു, ദീനക്കാർ വന്നു, ആമേൻ, ഭൂതഗ്രസ്തർ വന്നു, വ്യഭിചാരികൾ വന്നു, ജീവിതത്തിലെ പാപത്തിന്റെ വഴിയിൽ വീണുപോയവർ വന്നു. നിരവധി ആളുകൾ സുവിശേഷത്തിൽ നാം ഈ ചരിത്രം വായിക്കുന്നുണ്ട്. യേശുവിന്റെ അടുക്കൽ വന്ന നിരവധി ആളുകൾ. हम जानते हैं कि यीशु मसीह के पास आए काफी लोग, वचन में लिखा हुआ है कि टूटे हुए लोग, पापी लोग, व्यभिचारी लोग और रोगी लोग सब यीशु मसीह के पास आए हुए थे। നാം ഇവിടെ വായിക്കുന്നു പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിന്റെ അടുക്കലേക്ക് വരികയാണ്. हम यहाँ पढ़ते हैं फरीसी और शास्त्री यीशु मसीह के पास आते हैं। ന്യായപ്രമാണത്തിന്റെ പാഠങ്ങളെ കാണാപ്പാഠം പഠിച്ച ആളുകളാണ് പരീശന്മാരും ശാസ്ത്രിമാരും. व्यवस्था को बिना देखे पढ़े हुए लोग हैं शास्त्री और फरीसी। ശാസ്ത്രിമാർ തിരുവഴുത്തിന്റെ തനാഖ്, യഹൂദന്മാരുടെ വിശുദ്ധ ബൈബിളിന്റെ കോപ്പികൾ കൈകൊണ്ട് എഴുതുന്ന ജോലിയുള്ള ആളുകളാണ് ശാസ്ത്രിമാർ. शास्त्री जो लोग होते हैं उनका एक काम होता है कि वो उस समय के बाइबिल को अपने हाथों से लिखते थे। അതുപോലെ പരീശന്മാരും ആത്മീയ ഗുരുക്കന്മാരാണ്. इसी तरह फरीसी जो हैं वो आत्मिक गुरु कहलाते थे। ദേവാലയത്തോട് ചേർന്ന് വസിച്ചവരായിരുന്നു പരീശന്മാർ. वो आराधनालयों से बहुत ही संबंधित कार्य करते थे। അങ്ങനെ മതപരമായ വിഷയങ്ങളിൽ ഏറ്റവും മുമ്പിൽ നിന്ന് രണ്ട് ഗ്രൂപ്പുകളായിരുന്നു പരീശന്മാരും ശാസ്ത്രിമാരും. इसी तरह धार्मिक कार्यों में सबसे आगे रहने वाले दो झुंड थे, फरीसी और വരുവാനുള്ള മിശിഹയെ കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് ഉണ്ടായിരുന്നവരായിരുന്നു ഈ രണ്ടു കൂട്ടരും. आने वाले मसीहा के बारे में एक अच्छे से व्यक्तित्व जानने वाले थे शास्त्री और फरीसी। ഇവിടെ ഇതാ അവർ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് യഹൂദന്മാർ അതെ വരുവാൻ വേണ്ടി ഇച്ഛയോടെ ആഗ്രഹത്തോടെ കാത്തിരുന്ന മിശിയെ കാണുവാൻ വേണ്ടി രണ്ട് ഗ്രൂപ്പ് ആളുകൾ, പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിന്റെ അടുക്കലേക്ക് ജെറൂസലേമിൽ നിന്ന് വരികയാണ്. हमें इसी तरह कई सालों के इंतजार करने के बाद सालों बाद यीशु मसीहा को अपनी आंखों से यरूशलेम से आकर देखते हैं। ഈ ഭാഗം നിന്ന് രാവിലെ നാം ചിന്തിക്കുമ്പോൾ അവർ തമ്മിലുള്ള സംസാരത്തിന്റെ മുഖ്യ ഭാഗമാണ് നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. आज के दिन हम उनके बीच के वार्तालाप को हम सीखने जा रहे हैं। ഓർക്കുക, പരീശന്മാരും ശാസ്ത്രിമാരും പാരമ്പര്യത്തെ മുറുകെ പിടിച്ചവരായിരുന്നു. हम एक बात को ध्यान देंगे, जो शास्त्री और फरीसी थे वो पारंपरिक चीजों को विश्वास करते थे। എഴുതപ്പെട്ട ന്യായപ്രമാണമായ തോറ അല്ലെങ്കിൽ പഞ്ചഗ്രന്ഥങ്ങൾ, മോശയുടെ വ്യവസ്ഥയല്ലാതെ എഴുതപ്പെടാത്ത പരമ്പരകൾ, പാരമ്പര്യത്തെ അനുകരിക്കുന്ന ആളുകളായിരുന്നു ഈ കൂട്ടരെല്ലാവരും. ये जितने भी झुंड थे वे सब पुरानी और अपनी पूर्वजों की परंपराओं पर, पंचग्रंथ और तोरा पर विश्वास करने वाले थे। അതിനപ്പുറം ഒരുപാട് അതെ എഴുതാത്ത ഓറൽ തോറ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അവരുടെ പാരമ്പര്യങ്ങളിൽ വിശ്വസിച്ചവരായിരുന്നു അധികവും. उससे भी ऊपर, उन किताबों से भी ऊपर वो अपने खानदानी जो पूर्वजों के परंपराओं को सीखने वाले थे। അപ്പോൾ യേശുവിന്റെ അടുക്കിലേക്ക് ഒരു വരുന്ന സത്യം മനസ്സിലായോ? ഇവർ വന്ന് ചോദിക്കുന്നു, പൂർവന്മാരുടെ പരമ്പര തെറ്റിച്ചുകൊണ്ട് നിങ്ങൾ വായിക്കുന്നു, അതെ, ഭക്ഷിക്കുമ്പോൾ നിങ്ങൾ കൈ കഴുകുന്നില്ല എന്നുള്ള ഒരു ചോദ്യവുമായിട്ടാണ് യേശുവിന്റെ അടുക്കൽ ഈ പരീശന്മാരും ശാസ്ത്രിമാരും വരുന്നത്. ये फरीसी और शास्त्री यीशु मसीह के पास एक सवाल लेके आते हैं कि हमारी
पूर्वजों की परंपराओं को टालते हुए आपके चेले बिना हाथ धोए खाना रोटी कैसे खाते हैं? ഇന്ന് രാവിലെ വളരെ ആത്മാർത്ഥമായി ആത്മാവിൽ നാം ചിന്തിക്കുന്ന ചിന്ത ഇതാണ്. നാം സംസാരിക്കുന്ന വിഷയങ്ങൾ എന്താണെന്നാണ് ഇന്ന് രാവിലെ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. आज हम चर्चा करने वाले हैं कि हम किन बातों के बारे में हम चर्चा करते हैं. വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ നിരവധി ആളുകളുടെ സംസാരങ്ങളുണ്ട്. हम नए नियम में पढ़ते हैं कि कई सारे लोग की चर्चा और बातचीत है. ഒരുപാട് പേരുടെ പ്രസംഗങ്ങളുണ്ട്. कई सारे लोगों की प्रचार लिखे हुए हैं. ആളുകളുടെ പരസ്പരമുള്ള സംഭാഷണങ്ങളുണ്ട്. लोगों की आपस में जो भिंडत वाली बातें होती हैं. ഒരുപാട് കാര്യങ്ങൾ ഒരു സംസാരങ്ങൾ കൊണ്ട് നിറഞ്ഞ പുസ്തകമാണ് പുതിയ നിയമം. बातों से भरी हुई एक पुस्तक है नया नियम. ഇവിടെ പരീശന്മാരും ശാസ്ത്രിമാരും വന്ന് പറയുകയാണ്, പിതാക്കന്മാരെ പോലെ നിങ്ങൾ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു. यहाँ इसे फरीसी शास्त्री यीशु मसीह के पूछते हैं कि आप पूर्वजों के परंपराओं को तोड़ रहे हो. അതെ, ഒരുപാട് പാരമ്പര്യങ്ങളിൽ അധിഷ്ഠിതമായ വിശ്വാസം അനുഷ്ഠിച്ചിരുന്ന പരീശന്മാരും ശാസ്ത്രിമാരും. एक ऐसा झुंड था जो कि अपनी पूर्वजों की परंपराओं पर अडिग था. ഓർക്കുക, അപ്പോൾ ഇവിടെ കർത്താവിന്റെ ശുശ്രൂഷ ഒരു ഭാഗത്ത് നടക്കുന്നു. ആളുകൾ കൂട്ടമായി മാനസാന്തരപ്പെടുന്നു. രോഗികൾ സൗഖ്യമാകുന്നു. ഭൂതങ്ങൾ വിട്ടുമാറുന്നു. സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങൾ പ്രസ്താവിക്കപ്പെടുന്നു. उस समय एक ऐसा समय चल रहा है जहाँ पे यीशु मसीह वहां पे बहुत ही अद्भुत कार्य हो रहे हैं. रोगी चंगे हो रहे हैं. दुष्ट आत्माएं निकाली जा रही हैं. അതെ, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങൾ ആളുകൾ കേട്ട് മാനസാന്തരപ്പെട്ട് സ്വർഗരാജ്യത്തിലേക്ക് ആളുകൾ കൂട്ടമായി പ്രവേശിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. एक ऐसा समय है ये जहाँ पे लोग झुंड में विश्वास को पहचान करके स्वर्गीय बातों को सीखकर स्वर्ग में जाने की तैयारी में है. ആളുകൾ പാപത്തെ ഉപേക്ഷിച്ച് യേശുവിനെ സ്വീകരിക്കുന്നു. लोग पाप को छोड़कर यीशु मसीह को पहचान रहे हैं. മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ വാക്കിൽ വിശ്വസിക്കുന്ന കാലഘട്ടം. मन फिराव कर यीशु मसीह की बातों पर चलने वाला एक समय है. ഓർക്കുക, യേശുവിന്റെ ചുറ്റുപാടും നിരവധി പുരുഷാരം അവർ കർത്താവിന്റെ വാക്കിനെ കേട്ട് അവർ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. വിശുദ്ധരായി പാപത്തെ ഉപേക്ഷിച്ച് യേശുവിന്റെ അടുക്കൽ വന്ന് പാപത്തെ ഉപേക്ഷിച്ച് പാപം ക്ഷമിക്കപ്പെട്ട് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന കാലഘട്ടമായിരുന്നു. एक ऐसा समय था जहाँ पे यीशु मसीह के चारों ओर जो झुंड थी, जो भीड़ था, वो यीशु मसीह की बातों को सीख करके स्वर्गीय स्थानों में जाने के लिए एक पवित्र जीवन जीता था. ദൈവത്താൽ ഒരുക്കപ്പെട്ട അനുഗ്രഹമായ കാലഘട്ടം. परमेश्वर के साथ एक चुना हुआ एक बहुत ही आशीषित समय था. മനുഷ്യന്റെ ചരിത്രത്തിലെ ഏറ്റവും അനുഗ്രഹമേറിയ കാലഘട്ടമായിരുന്നു യേശു കർത്താവിന്റെ ശുശ്രൂഷ കാലഘട്ടങ്ങൾ. एक मनुष्य के हमारे चरित्र में इतिहास में सबसे ज्यादा एक अनुग्रहित और आशीषित समय था यीशु मसीह का समय. സകല മനുഷ്യനും ആ പാദപീഠത്തിൽ വന്ന് സമയം ചിലവഴിക്കണം, വചനം കേട്ട് മാനസാന്തരപ്പെട്ട് ദൈവസഭയോട് ചേരണം എന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി. यीशु मसीह परमेश्वर की ये इच्छा थी कि सारे लोग इस समय में आकर के यीशु मसीह से बातचीत कर उस स्वर्ग राज्य में प्रवेश करें. അപ്പോൾ ദൈവത്തിന്റെ ദാനമായ പ്രത്യേക കാലഘട്ടം. മനുഷ്യർ ദൈവത്തെ അറിയണം. അതെ, ആമേ, സകലരും യേശു കർത്താവിന്റെ അടുക്കൽ വന്ന് മാനസാന്തരപ്പെട്ട് ദൈവസഭയിൽ ചേരണമെന്ന ദൈവിക പദ്ധതിയുടെ കാലഘട്ടത്തിൽ അതിന് വിപരീതമായി സഞ്ചരിക്കുന്ന ഒരു കൂട്ടം മത നേതാക്കന്മാരെയാണ് ഈ അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ നാം വായിച്ചത്. इन सब के बीचों में जब परमेश्वर ये चाहता है कि परमेश्वर की इच्छा यही है कि सारे लोग विश्वास में आकर के इस समय में यीशु मसीह के साथ मिल करके वो उस वार्तालाप से स्वर्गीय स्थानों में जाएं. इसके बीच में एक ऐसा झुंड आता है जो अपनी परंपराओं को लेकर आता है. അറിയാമോ, എത്ര പേർക്ക് ഈ വാക്യം ശ്രദ്ധയോടെ വായിച്ചിട്ടുണ്ട്? പാരമ്പര്യത്തിന്റെ ബന്ധനങ്ങളും മതത്തിന്റെ വേഷവിധാനങ്ങളും കണ്ടാൽ മതത്തിന്റെ ഭക്തിയുള്ള ഒരു കൂട്ടം ആളുകൾ വന്ന് യേശുവിന്റെ അടുക്കൽ വന്ന് സ്വർഗരാജ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് സമയം ചെലവഴിക്കുകയാണ്. एक ऐसा झुंड आ रहा है यीशु मसीह के पास जो कि अपनी परंपराओं को पहनता है, अपने 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 परंपराओं को भी छोड़ता नहीं है. स्वर्गीय स्थानों का कोई विश्वास नहीं है. ആമേ, സ്വർഗരാജ്യത്തിന്റെ വാക്കുകൾ പറയുന്ന അല്ലെങ്കിൽ വലിയ സ്വർഗീയ മർമ്മങ്ങളെ പ്രസ്താവിക്കുന്ന യേശു കർത്താവിന്റെ അടുക്കൽ വന്ന് നിസ്സാരമായ ഒരാവശ്യമില്ലാത്ത അനാവശ്യമായ ആ പാരമ്പര്യത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ് സമയം കളയുവാൻ വേണ്ടി വന്ന ഒരു കൂട്ടം ആളുകൾ. यीशु मसीह के सामने वो ऐसा सवाल लेके आए जो कि किसी काम का नहीं था, बल्कि अपने पूर्वजों की परंपराओं को लेकर के अपने समय को बर्बाद किए. वो ലഭിച്ച സമയം നന്നായി ഉപയോഗിച്ച്
സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ കുറിച്ച് പറയുവാനും സംസാരിപ്പാനും സമയം ലഭിച്ചവർ ഇപ്പോൾ അനാവശ്യമായ കാര്യങ്ങളെ പറഞ്ഞ് സമയം വേസ്റ്റ് ആക്കുന്ന ആമേൻ ഒരു പ്രത്യേക സമയമാണ് 15-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങൾ നമ്മൾ വായിച്ചത്. मिले हुए समय को सदुपयोग करके स्वर्गीय स्थानों के बारे में बात ना कर करके वो अपने परंपराओं के लेकर के समय बर्बाद किया हुआ एक समय है। 15 अध्याय का पहला दूसरा ഇന്ന് वचन। രാവിലെ ഈ ആത്മീയ യോഗത്തിൽ, ഗോഡ്സ് മിഷന്റെ പ്രത്യേക ആത്മീയ യോഗത്തിൽ രാവിലെ ഇരിക്കുന്നവരോട് ആത്മാവിൽ ഞാൻ ഇങ്ങനെ ശക്തമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സംസാരങ്ങൾ സ്വർഗരാജ്യത്തിന് പ്രാധാന്യമുള്ള വാക്കുകളാണോ, അതോ ദൈവരാജ്യത്തിന് അനുകൂലമായി ദൈവവചനത്തിനും ദൈവനാമത്തിനും ദൈവസഭയ്ക്കും അനുകൂലമായ കാര്യമാണോ നാം സംസാരിക്കുന്നത്, അതോ അനാവശ്യമായ പാരമ്പര്യങ്ങളും വ്യർത്ഥമായ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ നാം സമയത്തെ വ്യർത്ഥമാക്കുകയാണോ? इस संगति में गॉड्स मिशन के आज की सुबह के संगति में बैठे हुए सारे लोगों से मैं इन बात को पूछना चाहता हूं कि हमारा समय जो हम व्यतीत करते हैं, क्या हम अपने स्वर्ग राज्य की बातों के विषय में, परमेश्वर के वचनों में विषय में ना कहकर अपनी परंपराओं और व्यर्थ बातों को कहकर अपना समय बर्बाद करते हैं? മതത്തിന്റെ നേതാക്കന്മാർ വന്ന് യേശു കർത്താവോട് ചേർന്നിരുന്ന കർത്താവിന്റെ കൂടെ സ്വർഗരാജ്യത്തെ മർമ്മങ്ങളെ വിശദീകരിക്കാൻ വേണ്ടി സമയം കണ്ടെത്തേണ്ടതിന് പകരം ഇപ്പോൾ അവർ വന്ന് അനാവശ്യമായി ദൈവരാജ്യത്തിന് ഒരു ഉപകാരമില്ലാത്ത ഭക്ഷണം കഴിക്കുമ്പോൾ കൈ കഴുകുന്ന കാര്യങ്ങളും അനാവശ്യ കാര്യങ്ങളും പറഞ്ഞ് സമയം വേസ്റ്റ് ആക്കുന്ന ഒരു കൂട്ടം മത നേതാക്കന്മാർ. ये जब धार्मिक पिता जब यीशु मसीह के पास आते हैं, स्वर्गीय मर्मों के बारे में बात करने के बजाय अपनी संसारिक बातों को, पूर्वजों की परंपराओं को लेकर अपना समय बर्बाद किए। ദൈവരാജ്യത്തിന് അനുകൂലമായി സംസാരിക്കണം നാം. हम इस स्वर्गीय राज्य के अनुकूल बात करने चाहिए। ദൈവസഭയ്ക്ക് ഉപയോഗമാകുന്ന കാര്യങ്ങൾ സംസാരിക്കണം. हमें स्वर्गीय राज्य में जो उपयोग कर सके ऐसी बातें करनी चाहिए। പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സന്ദേശം നാം സംസാരിക്കണം. ये पवित्र आत्मा का जो संदेश है वही हमारी जुबानों से निकलना चाहिए। നമ്മുടെ കുടുംബത്തിനും നമ്മുടെ കൂട്ടുവിശ്വാസികൾക്കും ദൈവം നമ്മെ ഏൽപ്പിച്ച ആത്മിക ശുശ്രൂഷകളുടെ ഇടയിൽ സ്വർഗരാജ്യത്തിന്റെ വിശാലതയ്ക്ക് വേണ്ടി ആത്മാവിൽ സംസാരിക്കേണ്ടവരാണ് നാം. हम जो चुने हुए लोग हैं, हमें जो परिवार दिया है, हमें जो झुंड दिया है, उनके बीच में हम स्वर्गीय राज्य की बातों को हम देने वाले लोग हैं। നമ്മുടെ സംസാരം കൊണ്ട് നമ്മുടെ ജീവൻ സാക്ഷി ദൈവം നമ്മളെ ഏൽപ്പിച്ച നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ മാതാക്കൾ, നമ്മുടെ കൂട്ടുവിശ്വാസികൾ, നമ്മുടെ കൂടെ കൂട്ടായ്മ ആചരിക്കുന്ന ആളുകൾ, നമ്മുടെ അധരത്തിലെ സംസാരം കേട്ട് സ്വർഗരാജ്യത്തിന്റെ അകത്ത് അവർ വളരണം. हमारी बातों से जो हमारे परिवार के लोग हैं, हमारे बंधु मित्र हैं, हमारे साथ उठने बैठने वाले हमारे परिवार है, हमारी जुबान से वो स्वर्गीय राज्य में प्रवेश करने पानी चाहिए। വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാവിലെ സന്ദേശം ശ്രദ്ധിക്കണമേ. बहुत ही प्रार्थना पूर्वक आज के संदेश को सुने। ഇന്ന് രാവിലെ മാനസാന്തരത്തിന്റെ പ്രഭാതമാകട്ടെ. आज का समय, ये सुबह एक मनफिराव का समय होने पाए। അനാവശ്യമായ കാര്യങ്ങൾ സംസാരിച്ച് സ്വർഗരാജ്യത്തിന്റെ സമയം നാം വേസ്റ്റ് ആക്കരുത്. फालतू की बात कर कर हमें अपने स्वर्गीय राज्य को ना ठुकराएं। യേശു കർത്താവിന്റെ കൂടെ കേവലം 3 വർഷത്തെ സമയമേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് കർത്താവിന്റെ സംസാരത്തെ, കർത്താവിന്റെ ഉപദേശത്തെ പ്രസിദ്ധരാക്കേണ്ട ആളുകൾ ഇപ്പോൾ വന്ന് അനാവശ്യമായ സംസാരം സംസാരിച്ച് കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് തടസ്സം നിൽക്കുന്ന പരീക്ഷന്മാരെയും ശാസ്ത്രിമാരെയുമാണ് നാം ഈ അധ്യായത്തിൽ വായിക്കുന്നത്. 3.5 साल ही यीशु मसीह उनके साथ रहा। समय कम है, अपने समय को बहुमूल्य ना समझ करके बल्कि व्यर्थ बातों को करके अपने समय बर्बाद करने वाले झुंड है ये। യേശുവിന്റെ അടുക്കൽ വരുവാൻ അവർക്ക് ലഭിച്ചത് ഒരു ഭാഗ്യമാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. उनको ये मालूम नहीं पड़ा, उनको ये एहसास नहीं हुआ कि वो यीशु मसीह के सामने बात कर पाए। उनका ये एक मौका था। അവർ യേശുവിനെ ഭൗതികമായി കണ്ടു. ആര്? ഒരു യഹൂദനായി കാണുന്നു, അവരിൽ ഒരാളെ പോലെയായി കാണുന്നു. പക്ഷേ യേശു ആരാണെന്നുള്ള യഥാർത്ഥമായ കാഴ്ച അവർക്ക് ലഭിക്കുന്നില്ല. उनको ये सौभाग्य मिला है, उनको ये एहसास नहीं हुआ कि यीशु मसीह को भौतिक रूप से वो अपनी आंखों से देख पाए। അവർ ഒരുപാട് അത്ഭുതങ്ങളെ കണ്ടു, ശരിയാ. പക്ഷേ അവർ ഒരുപാട് റെഗുലേഷൻസ്, ഒരുപാട് നിയമങ്ങൾ, ഒരുപാട് അതെ അവർ ഒരുക്കിയ ഒരുപാട് പാരമ്പര്യങ്ങളുടെ റെഗുലേഷൻസിൽ നിന്നുകൊണ്ട് അവർ സംസാരിക്കുക. वो आश्चर्य कर्मों को भले ही देखे थे, पर जब वो बातचीत करने उतरते हैं, अपनी परंपराओं को नहीं छोड़ते हैं। യേശു കർത്താവിന്റെ ഉപദേശങ്ങൾ കേൾക്കുന്നുണ്ട്, പക്ഷേ അവരുള്ളിൽ ഒരുപാട് യേശു കർത്താവിന്റെ വീഴ്ചകളെ കാണാൻ വന്നവരാണ്. उनके दिलों में उनके जो वो वचन है, वो यीशु मसीह का वचन सुन रहे हैं, पर वो यीशु मसीह की गिरावट का कारण ढूंढ रहे हैं। അവർ യേശുവിന് മുമ്പിൽ അവരുടെ ട്രഡീഷൻ, അവരുടെ പാരമ്പര്യത്തെ കാണുവാൻ വന്നു. പക്ഷേ ആളുകളുടെ നടുവിൽ ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻ, ആളുകളുടെ നടുവിൽ നടക്കുന്ന വലിയ മാറ്റങ്ങളെ കാണുവാനുള്ള
കാഴ്ച അവർക്കില്ലാതെ പോയി. वो यीशु मसीह के पास अपनी धार्मिक परंपराओं की चीजों को देखने के लिए आए थे, लेकिन वो जो लोगों में बदलावट हो रहे थे आत्मिक, वो नहीं देख पाए थे। പാരമ്പര്യത്തിൽ മുറുകെ പിടിച്ചു നിന്ന ആളുകളാണ് ഇപ്പോൾ യേശുവിന്റെ അത്ഭുതം നടക്കുന്ന ഇടയ്ക്ക് വന്നിട്ട് അവരുടെ പാരമ്പര്യത്തെ കുറിച്ച് സംസാരിച്ച് സമയം അനാവശ്യമാക്കി വൃദ്ധമാക്കി കളയുകയാണ്. अपनी परंपराओं को ना छोड़ करके उस यीशु मसीह के पास आकर कर वही पारंपरिक चीजों को बोल करके अपना समय बर्बाद किए हुए लोग थे। ഏറ്റവും മനോഹരമായ ശുശ്രൂഷ നടക്കുകയാണ് അവിടെ. രോഗികൾ സൗഖ്യമാകുന്നു, പാപികൾ മാനസാന്തരപ്പെടുന്നു, കുരുടന്മാർ ഒക്കെ കാഴ്ച ലഭിക്കുന്നു, അതെ, മുടന്തർ നടക്കുന്നു, മരിച്ചവർ ജീവിക്കുന്നു, പാപം ഉപേക്ഷിക്കുന്നു, കർത്താവിന്റെ ഉപദേശം ആളുകൾ കേൾക്കുന്നു. പക്ഷെ ഇതൊന്നും കേൾക്കാതെ അവർ വീഴ്ചയെ കാണുവാൻ വേണ്ടി പാരമ്പര്യം അനുസരിക്കാതിരുന്ന അതെ, ആ പാരമ്പര്യത്തെ മുറുകെ പിടിച്ച് വീഴ്ചകളെ മാത്രം കാണുവാൻ വന്ന ഒരു കൂട്ടം ആളുകൾ. वहां पे एक बहुत ही आश्चर्य पल चल रहा था, जहाँ पे मुर्दे जी उठ रहे थे, रोगी चंगे हो रहे थे, लोग पाप को छोड़ करके यीशु मसीह के पास आ रहे थे, सब कुछ आश्चर्य कर्म हो रहे थे। इनके बीच में ये एक झुंड, एक समूह अपनी परंपराओं को पकड़ करके यीशु मसीह के पास अपना समय व्यर्थ करते हैं। പരീശന്മാരും ശാസ്ത്രിമാരും പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്നവരും പാരമ്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം സംസാരിപ്പാൻ സമയമെടുത്തവരുമായിരുന്നു. फरीसी और शास्त्री एक ऐसे लोग थे जो कि अपनी परंपराओं से ना हट करके अपनी परंपराओं पर ही अड़गे रहने वाले लोग थे। രാവിലെ ശ്രദ്ധയോടെ ഈ സന്ദേശത്തിന്റെ മുഖ്യഭാഗം പറയട്ടെ. നാം ഏത് വിഷയത്തെ അന്വേഷിക്കുന്നുവോ, തുടർച്ചയായിട്ട് അന്വേഷിക്കുന്നുവോ, അത് നമ്മുടെ സംസാര വിഷയമായി മാറും. हमें आज के संदेश का यही एक मूल भाग है कि हमारी जो चर्चा है उसका शुरुआत क्या है, उसका वो उत्पत्ति क्या है, वही निर्धारित करेगी कि हमारी चर्चा कैसी होगी। ആമേൻ. ശ്രദ്ധയോടെ കേൾക്കണമേ. നാം തുടർമാനമായിട്ട് അന്വേഷിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സംസാരത്തിന് വിഷയമായി മാറും. हम जिन बातों को ढूंढते हुए आगे बढ़ते हैं वही हमारी चर्चा का एक विषय होगा। ശരിയാണോ? അതെ, ഹല്ലേലൂയ. നമുക്കറിയാം, ഏതൊരു മേഖലയിൽ എഫിഷ്യന്റ് ആയ ആളുകൾ നോക്കിക്കോ. ഡോക്ടേഴ്സ് ചോദിച്ചു, ഡോക്ടേഴ്സിന്റെ സംസാരം രോഗവും മരുന്നും അവർ ചെയ്യുന്ന ചികിത്സയുമായിരിക്കും സംസാര വിഷയം. अगर हम ध्यान दें, संसार में ही जो वैद्य लोग होते हैं उनकी जो चर्चा का विषय होता है वो सब दवाइयां, रोग और मरीज में ही होता है। നല്ല ഡ്രൈവേഴ്സ് ചോദിക്കാം അവരോട്, അവർ വണ്ടിയെ കുറിച്ചും വാഹനത്തിന്റെ കാര്യങ്ങളെ കുറിച്ചും, അത് എങ്ങനെ ഡ്രൈവ് ചെയ്യാം, അതിന്റെ നിയമങ്ങളും വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ഡ്രൈവേഴ്സിന് സംസാര വിഷയം. जितने भी चालक लोग ड्राइवर होते हैं वे सब अपने गाड़ियों के विषय में ही, गाड़ियों की चर्चाओं के विषय में ही वो बात करते रहते हैं। കർഷകരെ ആളുകൾ, കൃഷിക്കാർ, കിസാൻ ചോദിക്കാം അവരോട്, അവർ എന്ത് സംസാരിച്ചാലും പുതിയ വിത്തുകളും പുതിയ കൃഷി രീതികളും വളങ്ങളും കാലാവസ്ഥയ്ക്ക് അനുകൂലമായ കാര്യങ്ങളും മഴ പെയ്യാത്തതും മഴ പെയ്യുന്നതും എന്ന് വേണ്ട കൃഷിയുമായുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും അവരുടെ സംസാര വിഷയം. जो किसान लोग होते हैं, जो खेती करते हैं, उनका बात का विषय यही होता है कि जो उनका उपज है वो कैसे बढ़ेगा, उनकी जो बीजें हैं वो कैसे मजबूत होंगे, इनका फसल कैसे बढ़ेगी, यही सब बातें की चर्चा होती है उनकी। വിശ്വാസികളുടെ വീഴ്ചയെ മാത്രം കണ്ടുകൊണ്ട് നടക്കുന്നവർ, അവർ എപ്പോ നോക്കിയാലും വായിലൂടെ വരുന്ന വിശ്വാസികളുടെ വീഴ്ചകളും അവരുടെ ബലഹീനതകളും മാത്രമായിരിക്കും. जितने लोग विश्वासियों की गिरावट के पीछे भागते हैं उनकी जुबानों से वही गिरावट वाली बातें ही निकलेंगी। എന്നാൽ സ്വർഗരാജ്യത്തെ കുറിച്ച് അന്വേഷിക്കുകയും സ്വർഗരാജ്യത്തിന്റെ ആത്മിക മർമ്മങ്ങളുടെ ഖോജ് ചെയ്ത് അതിനെക്കുറിച്ച് അന്വേഷിച്ച് പിൻഗമിക്കുന്ന ആളുകളുടെ അധരത്തിലൂടെ സ്ഥിരമായി സ്വർഗരാജ്യത്തിന്റെയും ദൈവരാജ്യത്തിന്റെ നന്മയുടെ വാക്കുകൾ മാത്രമേ വരികയുള്ളൂ. हमें जितने स्वर्गराज की ओर की बात, स्वर्गराज की बातों को खोजते हैं, जो ढूंढते हैं, उनकी जुबानों से स्वर्गराज की ही बातें निकलेंगी। സുവിശേഷത്തിന്റെ മാർമിക വശങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും അന്വേഷിക്കുകയും ചെയ്ത വിശുദ്ധന്മാരുടെ അധരങ്ങൾ നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള അവരുടെ ദാഹവും സുവിശേഷത്തിന്റെ വയലിലെ അധ്വാനങ്ങളും വിശുദ്ധന്മാരുടെ നന്മകളും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും മാത്രം അവരുടെ അധരത്തിലൂടെ പുറത്തു വരും. जितने पवित्र और शास्त्र पवित्र शुद्ध लोग होते हैं, जो स्वर्गराज की बातों की ओर ढूंढते हैं और खोजते हैं, उनकी जुबानों से वो परमेश्वर की सेविकाएं बढ़ने वाली ही बातें निकलेंगी। നമ്മൾ തുടർച്ചയായിട്ട് അന്വേഷിക്കുന്നത് നമ്മുടെ സംസാര ഭാഷയായി മാറും. हम जिन बातों को ढूंढते हुए आगे बढ़ते हैं वही हमारी जुबानों के बातों का चर्चा होगा। വിശുദ്ധിയെ കുറിച്ച് സംസാരിക്കുന്നവർ വിശുദ്ധിയെ ചിന്തിക്കുന്നവർ വിശുദ്ധിയെ കുറിച്ച് സംസാരിക്കും. जो पवित्रता को सोचते हैं, उनके बारे में ढूंढते हैं, उनकी जुबानों से पवित्र बातें निकलेंगी।
मिलेंगी। ആമേൻ. ദൈവിക വിശ്വാസത്തിന്റെ നിരന്തരമായിട്ട് അന്വേഷിക്കുന്ന വിശുദ്ധന്മാരുടെ വാക്കിൽ നിന്ന് വായിൽ നിന്നും നിരന്തരമായി വിശ്വാസത്തിന്റെ വാക്കുകൾ മാത്രം പുറത്തേക്ക് വരും. जो लोग पवित्र शास्त्र के वचनों को ढूंढते हैं, उनके बारे में खोज करते हैं, उनकी जुबानों से पवित्र शास्त्र के वचन ही निकलेंगे। കർത്താവിനെ അറിഞ്ഞിട്ട് ലഭിക്കാത്ത വിഷയങ്ങളുമായിട്ട് എപ്പോഴും എനിക്ക് അത് ലഭിച്ചില്ല ഇത് ലഭിച്ചില്ല ആമേ രോഗവും ദുഃഖവും ദീനതയെ കുറിച്ച് സംസാരിക്കുന്നവർ ആമേ ചിന്തിക്കുന്നവർക്ക് അവർക്ക് എപ്പോഴും അവരുടെ വായിൽ നിന്ന് ആമേൻ ഇപ്രകാരമുള്ള വാക്കുകൾ മാത്രം വരും. വിശ്വാസത്തിന് വിരോധമായുള്ള ബലഹീനമായ വാക്കുകൾ. जो लोग पवित्र शास्त्र के विपरीत रोग और समस्याओं की बातों की ओर खोज करते हैं, उनकी जुबानों से हमेशा वचन के विपरीत रोग और परिस्थितियां जो खराब है वही बातें निकलेंगी। പരീശന്മാരും ശാസ്ത്രിമാരും നിരന്തരമായി ആമേ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നില്ല, ആമേ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് വീഴ്ചകൾ വരുന്നു, കർത്താവിന്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാരുടെ വീഴ്ചകൾ എന്തൊക്കെയാണ്, ആമേൻ ഈ പ്രകാരമുള്ള ആളുകളുടെ വീഴ്ച അവരുടെ പാരമ്പര്യത്തിന് അനുകൂലമായി അവർ ചിന്തിച്ച് അന്വേഷിച്ച് നടക്കുന്നതുകൊണ്ട് സാക്ഷാൽ മിശിഹായുടെ മുമ്പിൽ വന്നപ്പോഴും അവർക്ക് പറയുവാനും സംസാരിപ്പാനും മറ്റൊന്നുമല്ല, ആമേൻ മറ്റുള്ളവർ ചെയ്യാതിരിക്കുന്ന വീഴ്ചകളെ കുറിച്ച് സംസാരിപ്പാൻ വേണ്ടി അവർ സമയം വൃഥാവായിട്ട് ഉപയോഗിക്കുകയാ. जो बाकी लोग जो पवित्र बोलते थे, उनको वो देख करके ये फरीसी शास्त्री अपनी परंपराओं को ढूंढते थे कि इनमें वो परंपरा है कि नहीं। इसी तरह अपने समय को बहुमूल्य समझने वाला समय जब यीशु मसीह के साथ उनका मिलन हुआ तो अभी उनका चर्चा का बात यही था कि वे अपनी परंपराओं को क्यों तोड़ रहे हैं। രാവിലെ ശ്രദ്ധിക്കണമേ, ദൈവരാജ്യത്തിനകത്ത് സംസാരിപ്പാൻ നമുക്ക് ലഭ്യമായത് ദൈവത്തിന്റെ വലിയ അനുഗ്രഹമാണ് രാവിലെ നാം മനസ്സിലാക്കണം. हम इन बातों को आज समझें कि अगर हमें अगर हमें मसीह के परमेश्वर के राज्य में अगर हमें बात करने का अवसर मिला है तो हमें बहुत बड़ा सौभाग्य मिला है। ആമേൻ. നമ്മുടെ സംസാരങ്ങൾ ആമേൻ ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയായിരിക്കട്ടെ. हमारी जो चर्चा का बात है वो परमेश्वर की सेवकाई के बढ़ोतरी का कारण हो। ആമേൻ. നമ്മുടെ അധരങ്ങൾ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ വർണ്ണിക്കുന്ന ദൈവത്തിന്റെ നാവുകളായി മാറട്ടെ. हमारी जो जुबान है वो परमेश्वर के नाम को बड़ाई करने वाला नाम होने पाए। നമ്മുടെ അധരങ്ങളിൽ എപ്പോഴും സ്തുതിയും സ്തോത്രവും ദൈവത്തിന് അർപ്പിക്കുന്ന യാഗങ്ങൾ, ആമേൻ, സ്തുതി സ്തോത്ര യാഗങ്ങൾ നമ്മുടെ അധരത്തിലൂടെ ഉയരട്ടെ. हमारी जुबानों से हमेशा स्तुति आराधना के गीत हमारे जुबानों से निकलने पाए। കൂട്ടുവിശ്വാസിയെ ബലപ്പെടുന്നതും ബലഹീനനെ താങ്ങുന്നതും ആമേ ദൈവദാസന്മാർക്ക് നന്മയും അനുഗ്രഹവും ആമേ ഉളവാകുന്ന ആമേ വാക്കുകൾ നമ്മുടെ അധരത്തിലൂടെ പുറത്തു വരട്ടെ. हमारी जुबानों से जो बलहीन है उनको चंगा करने का, जो गिरे हैं उनको उठाने का, प्रभु के दासों को मजबूती से बढ़ाने की बातें हमारी जुबानों से निकलने पाए। യേശു കർത്താവിന്റെ അടുക്കൽ വന്ന് അവരെ കൂടെ ഇരിക്കുന്ന ശിഷ്യന്മാരെയും കർത്താവിന്റെ കൂടെ ഇരിക്കുന്ന ആളുകളെയും ഉണർത്തി അവരെ ഉയർത്തി അവരെ ആമേ സാന്ത്വനിപ്പിച്ച് ആമേ സ്വർഗരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് കൂടെ നിൽക്കേണ്ടിയിരുന്ന പരീശന്മാരും ശാസ്ത്രിമാരും വിരോധമായി വിരൽ ചൂണ്ടി ആമേ അവർ ചെയ്യാത്ത കാര്യങ്ങൾക്ക് അനാവശ്യമായും ദൈവരാജ്യത്തിന് ഉപകാരമില്ലാത്ത കാര്യങ്ങളെ സംസാരിച്ച് സമയം വേസ്റ്റ് ആക്കിയിട്ട് ആമേൻ നമുക്കറിയാം ഇവിടെ കർത്താവിന്റെ ശുശ്രൂഷയെ തടസ്സം ചെയ്യുന്ന ഒരു കൂട്ടരായിട്ട് പരീശന്മാരും ശാസ്ത്രിമാരും മാറുകയാണ്. जिस समय फरीसी और शास्त्री को अपने यीशु मसीह के चेलों को यीशु मसीह को उत्तेजित करके उनके साथ सेवकाई में शामिल होने का समय था, इनके बीच में उन्होंने व्यर्थ बातें और अपनी परंपराओं को लाकर समय व्यर्थ किया। രാവിലെ നമ്മോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. आज के दिन हम अपने आप से सवाल पूछें, നാം ഏത് വിഷയവുമായി ആമേൻ ഏത് വിഷയം സംസാരിക്കുന്നു, ഏതെല്ലാം മേഖലയിൽ ആമേൻ നാം പ്രഭാഷണങ്ങൾ, പ്രസംഗങ്ങൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ ഇടപെടലുകൾ, നമ്മുടെ സംഭാഷണം നടത്തുന്നു എന്ന് ഇന്ന് രാവിലെ നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. आज हम अपने आप को जांचें कि हम किन बातों की, किन विषयों के बारे में हम चर्चा करते हैं, उन किन बातों के विषय में हम ढूंढते हैं, उनके बारे में हम खोजते हैं। ലഭിക്കാത്ത കാര്യങ്ങളെ കുറിച്ച് പരാതിയും പരിഭവമാണോ? क्या हमें जो चीज नहीं मिली है उनके बारे में जो सवाल और उनके बारे में निंदा करते हैं? വിശ്വാസികളുടെ ജീവിതത്തിലെ വീഴ്ചകളെ കുറിച്ച് സംസാരമാണോ നമ്മുടെ നാവിലൂടെ എപ്പോഴും പുറത്തു വരുന്നത്? हमारे जो साथी विश्वासी हैं उनकी गिरावट के कारण के पीछे उनकी हम चुगली करते हैं? ഏതെങ്കിലും രീതിയിൽ ആമേ ദൈവസഭയുടെ പരാജയങ്ങളെ കുറിച്ച് സംസാരമാണോ നമ്മളിലൂടെ എപ്പോഴും വരുന്നത്? हमें जो अपनी सेवकाई का जो गिरावट का कारण हम ढूंढते रहते हैं। ഇന്ന് രാവിലെ ആത്മാവിൽ നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. आज के दिन अपने आप को हम जांचें। ആമേ ദൈവത്തിന്റെ ആത്മീയ മർമ്മങ്ങളെ നമുക്ക് നിരന്തരമായിട്ട് അന്വേഷിക്കണം. हम अपने पवित्र शास्त्र के गहरी बातों को हमेशा ढूंढते रहें। അനാവശ്യമായുള്ള എല്ലാ സംസാരവും ഒഴിവാക്കാം. जो फालतू की चीजें हैं हम उन्हें छोड़ दें। ആമേ ഒരു ഗുണവുമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സ്വർഗരാജ്യത്തിലെ സമയം വേസ്റ്റ് ആക്കരുത്. जो व्यर्थ बातें हैं जिनका कोई गुण नहीं है उनको बातें हम छोड़ दें। ആമേ വളരെ ആമേൻ പ്രയോജനകരമായ കാര്യങ്ങൾ പറഞ്ഞ് കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേഗത വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ സംസാരിക്കാം. ആമേൻ. ഇന്ന് രാവിലെ നമുക്ക് നമ്മെ തന്നെ
ഈ ആമേൻ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. प्रभु की सेविकाई का जो प्रयोजन हो सके, ऐसे कार्य हमारे, ऐसी बातें हमारे जुबानों से निकलने पाए। ഇവിടെ കർത്താവിനകത്തുനിന്ന് പരീക്ഷന്മാരും ശാസ്ത്രിമാരും ആമേ കൈ കഴുകുന്നതിനെ കുറിച്ചുള്ള ആമേ കാര്യങ്ങൾ പാരമ്പര്യത്തെ കുറിച്ച് സംസാരിച്ച് സമയം കളയുക. एक ऐसा झुंड है यहाँ पे जो अपनी समय को बर्बाद कर रहा है, എന്നാൽ കർത്താവിന്റെ പ്രതികരണം ശ്രദ്ധിച്ചോ? लेकिन यहाँ पे यीशु मसीह का जो वापसी जवाब हम ध्यान से ആ देखेंगे, വാക്യം വായിക്കാൻ സമയമില്ലാത്തവന് പറഞ്ഞു മാത്രം പോകുന്നു. वहाँ वो वचन पढ़ने का समय नहीं है, सिर्फ बोल के मैं जाऊंगा। കർത്താവ് അവരെ പാരമ്പര്യത്തിൽ നിന്ന് വചനത്തിലേക്ക് കൊണ്ടുവരികയാ. परमेश्वर उनको परंपराओं से लेकर वचन की ओर ले जाता है। തിരുവഴുത്തിലേക്ക് നടത്തിയ കർത്താവ് वो परमेश्वर के वचनों में चलाया हुआ यीशु मसीह। സമയം കിട്ടുമ്പോൾ ധ്യാനിച്ച് താഴെക്കുള്ള വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾ അനാവശ്യമായിട്ട് സമയം കളയാതെ ദൈവത്തിനും പഠിച്ച് മനസ്സിലാക്കുന്ന പറഞ്ഞ കർത്താവ് അവരെ തിരുവഴുത്തിലേക്ക് അവരെ നയിക്കുകയാണ്. आमीन। अगर आपको समय मिले तो नीचे के वचनों को आप पढ़ें, जब यीशु मसीह उनको उनकी परंपराओं से हटा करके वचनों की ओर चलाने के लिए बोलते हैं। ദൈവസന്നിധിയിൽ കർത്താവുമായി കൂട്ടായ്മ ആചരിക്കുമ്പോൾ സംസാരിക്കുന്ന സംസാരങ്ങൾ അത് പ്രയോജനമുള്ളതായിരിക്കട്ടെ. जो हमें मिला हुआ समय है, जो हमें समय में चर्चा करते हैं, वो प्रयोजन के लिए होने पाए। ആമേൻ. നമുക്കും കൂട്ടുവിശ്വാസിക്കും ദൈവരാജ്യത്തിനും ദൈവസഭയ്ക്കും നന്മ ഉളവാക്കുന്ന കാര്യങ്ങൾ മാത്രം സംസാരിക്കണം. जो हमें समय मिला है, जो हम बात करते हैं, चर्चा करते हैं, वो परमेश्वर की सेवकाई का, हमारे साथियों के बढ़ोतरी का कारण होने पाए। നമുക്കറിയാം പ്രയോറിറ്റി, പ്രാധാന്യം നാം ഏത് വിഷയത്തിന് കൊടുക്കുന്നു എന്ന് നമ്മുടെ സംസാരം കേട്ടാൽ അറിയാം. हम किन विषयों को प्राथमिकता देते हैं, वही हमारी चर्चा का बात होगा। ഈ സെക്കൻഡറി കാര്യങ്ങൾക്ക് നമ്മൾ പ്രൈമറി സമയം കൊടുക്കരുത്. जो हम अपने दूसरी बातों को, जब हम दूसरी बार सोचते हैं, उनको हम पहली जगह पर मत रखें। ആമേൻ. പ്രാധാന്യമുള്ള പ്രൈമറി കാര്യങ്ങൾ, അടിസ്ഥാനപരമായ കാര്യങ്ങൾ, ഉപദേശത്തിന്റെ സിദ്ധാന്തങ്ങൾ, വിശുദ്ധിയെ സംബന്ധിച്ച കാര്യങ്ങൾ, വിശ്വാസത്തിന്റെ വളർച്ചയ്ക്കും ദൈവസഭയുടെ ആമേൻ നന്മയ്ക്കും ഉളവാകുന്ന ആമേൻ പ്രധാനപ്പെട്ട പ്രൈമറി കാര്യങ്ങളെ പറഞ്ഞ് ആമേൻ നമുക്ക് ദൈവസന്നിധിയിൽ വളരാം. നമ്മുടെ ശുശ്രൂഷകളിൽ, നമ്മുടെ സംസാരങ്ങളിൽ ആമേൻ അപ്രകാരമുള്ള കാര്യങ്ങൾ ഉയർന്നു വരട്ടെ. ദൈവരാജ്യത്തിന് അനുകൂലമായ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. हमें जो समय मिला है, उसमें हम परमेश्वर के वचनों को, परमेश्वर के सेविकाई में बढ़ोतरी का कारण होने वाले ऐसी चर्चा हमारे जुबानों से निकलने पाए। നമുക്കറിയാം ഒരുപാട് ഇടങ്ങളിൽ, പ്രത്യേകിച്ച് പ്രസംഗ സ്റ്റേജുകളെല്ലാം ഈ സെക്കൻഡറി ആയ കാര്യങ്ങൾ, പ്രാധാന്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ആമേൻ ആ പ്രഥമ സ്ഥാനം കൊടുത്ത് എത്രയോ സമയങ്ങൾ പലപ്പോഴും വേസ്റ്റ് ആക്കാറുണ്ട്. हम कई बार हम देखते हैं कि जब हमें मंच मिलता है प्रचार करने का, तो हम व्यर्थ बातों को कह करके अपनी महत्वपूर्ण चीजों को, जो कि परमेश्वर का वचन है, वो छोड़ करके हम अपने समय को व्यर्थ कर देते हैं। നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരും തമ്മിലുള്ള സംഭാഷണങ്ങൾ വളരെ പ്രാധാന്യമുണ്ട്. നമുക്കറിയാം വേദപുസ്തക അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്നതെല്ലാം വളരെ ശ്രദ്ധയോടെ കേൾക്കുന്ന ഒരു സ്വർഗമുണ്ട്. हमारी बातों को जब हम अपने बंधु मित्रों के साथ बात करते हैं, जब हम उनसे चर्चा करते हैं, तो उन पर ध्यान लगाने वाला एक स्वर्ग हमारे ऊपर बैठा है। വിശ്വാസികൾ തമ്മിലുള്ള കൂട്ടായ്മയിൽ സംസാരിക്കുന്ന നമ്മുടെ സംഭാഷണങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. जो अपनी संगतियों में अपने बंधु मित्रों के साथ बैठते हैं, जो उसकी बातों का चर्चा होता है, वो बहुत ही महत्वपूर्ण है। ആമേൻ. ദൈവരാജ്യത്തിന് അനുകൂലമായി സംസാരിക്കട്ടെ നാം. हमारे जो बातें हैं, वो परमेश्वर के वचन के अनुकूल होने पर, ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഉതകുന്ന കാര്യങ്ങൾ സംസാരിക്കണം. परमेश्वर के राज्य की बढ़ोतरी होने पाए, ऐसी बातें करें। നമ്മുടെ സംസാര നിമിത്തം കർത്താവിന്റെ രാജ്യത്തിന്റെ വിശാലതയ്ക്ക് വേഗം സംഭവിക്കണം. हमारी चर्चा की बातों से परमेश्वर का वचन बढ़ने पाए। പരീശന്മാരും ശാസ്ത്രിമാരും യെരൂശലേമിൽ കർത്താവിന്റെ അടുക്കൽ വന്ന നിമിത്തം കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് നന്മയുളവാകണം. ആളുകൾ വീണ്ടും കർത്താവിനെ അറിയണം. അവർ നിമിത്തം സുവിശേഷത്തിന്റെ അല്ലെങ്കിൽ വ്യാപ്തിക്ക് വേഗത സംഭവിക്കണം. अगर यरूशलेम से फरीसी और शास्त्री यीशु मसीह के पास आते हैं, तो उनके जो चर्चा का विषय है, वो परमेश्वर की राज्य की बढ़ोतरी होना चाहिए। എന്നാൽ ഇവിടെ പരീശന്മാരും ശാസ്ത്രിമാരും വന്ന് പറയുന്നു, നിങ്ങൾ പാരമ്പര്യമനുസരിച്ച് കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നത് എന്ത്? लेकिन यहाँ पे उनकी बात तो चर्चा का विषय है कि तुम अपनी परंपराओं को छोड़ करके क्यों चल रहे हो। ഇന്ന് രാവിലെ ആത്മാർത്ഥമായിട്ട് വാക്കുകളെ പ്രാർത്ഥനയോടെ വാക്കുകളെ വായിച്ചാൽ അവർ ചെയ്ത അവരുടെ ബുദ്ധിമോശത്തെ നമുക്ക് വ്യക്തമായി കാണാം. സ്വർഗരാജ്യത്തെ മർമ്മങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന കർത്താവിന്റെ അടുക്കൽ വന്ന് കൈ കഴുകുന്ന കാര്യങ്ങളും കാല് കഴുകുന്ന കാര്യവും നിസാര കാര്യങ്ങളും ആമേൻ ദൈവരാജ്യത്തിന് ഉതകുന്നതല്ലാത്ത എന്ന് പറഞ്ഞാൽ ആമേൻ ലാഭമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ സമയം ചിലവഴിക്കുന്ന പരീശന്മാരും ശാസ്ത്രിമാരും. यहाँ पे यीशु मसीह स्वर्गीय गहरी चिन्हों को, बातों को बता रहा है, उसके बीच में व्यर्थ की बातों को ला करके ये फरीसी शास्त्री अपना समय बर्बाद कर रहे हैं। हम ये बातों को समझ सकते हैं। ദൈവത്തിന്റെ വിശുദ്ധനെ, ദൈവത്തിന്റെ ദാസനെ, ദൈവത്തിന്റെ പൈതലെ, ദൈവദാസിയെ, ദൈവരാജ്യത്തിന് ഗുണം വരുന്ന, നന്മ വരുന്ന, വളർച്ചയുളവാകുന്ന ആളുകൾക്ക്
ആമേ സന്തോഷമുളവാകുന്ന കാര്യങ്ങൾ നമ്മുടെ സംസാര വിഷയമായി മാറട്ടെ. आमीन। प्रभु के दासों, प्रभु की दासियों, प्रभु के बच्चों, हमारे जो चर्चा का विषय है बातों का, वो परमेश्वर के वचनों के अनुकूल और परमेश्वर के वचनों की बढ़ोतरी का कारण बनने पाए। ദൈവസഭയിൽ ദൈവം ചെയ്യുന്ന നന്മകളെ കുറിച്ച് നമ്മുടെ സംസാര വിഷയമായിരിക്കട്ടെ. ആമേൻ. ദൈവസഭയുടെ വളർച്ച, കൂട്ടുവിശ്വാസിയുടെ ആത്മീക ഉയർച്ച. ആമേൻ ആമേൻ. ഓരോ യോഗങ്ങൾ കഴിയുമ്പോഴും മീറ്റിംഗുകൾ കഴിയുമ്പോഴും നമ്മുടെ കുടുംബത്തിലെ സംസാരങ്ങളെല്ലാം ദൈവസഭയുടെ നന്മയുടെ സംസാരത്തിന് ഇടമാകട്ടെ നമ്മുടെ കുടുംബ സംഭാഷണങ്ങൾ. जब हम अपने प्रार्थनाओं को संपन्न करके जब वहां पर अपने चर्चा करते हैं लोगों से, अपने बंधु मित्रों से, अपने परिवार से, जो उनकी हमारे जो चर्चा का विषय है, हमारी बातचीत हम करते हैं, वो परमेश्वर की कलीसियाओं की बढ़ोतरी का विषय होना चाहिए। ആമേ പാരമ്പര്യങ്ങളും അനാവശ്യ കാര്യങ്ങളും ലഭിക്കാതെ പോയ കാര്യങ്ങളും വീഴ്ചകളും കുറവുകളും മാത്രം പറഞ്ഞ് സമയം കളഞ്ഞാൽ ആമേ നാം ദൈവരാജ്യത്തിന് ഒരു ഭാരമായി മാറും. अगर हम अपने मिला हुआ समय में अगर हम महत्वपूर्ण चीजों को छोड़ करके संसारिक बातें करें, व्यर्थ बातें करें, तो अपने हम एक स्वर्गीय राज्य में एक भार बन जाएंगे। ഇന്ന് രാവിലെ ആത്മാർത്ഥമായി വളരെ ഹൃദയംഗമായി പ്രാർത്ഥനയോടെ ഈ ആമേൻ സന്ദേശം ശ്രമിക്കണമേ. ആമേൻ. നമുക്ക് ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് സംസാരിക്കാം, ദൈവരാജ്യത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി സംസാരിക്കാം. ദൈവം നമുക്ക് തരുന്ന സമയങ്ങൾ സംസാരിപ്പാൻ ആമേൻ നമ്മുടെ കുടുംബത്തിലായിരുന്നാലും നമ്മുടെ കൂട്ടുവിശ്വാസികളുടെ മധ്യയായിരുന്നാലും സഭകളിൽ ഏതിടങ്ങളിൽ ആമേൻ സ്വർഗരാജ്യത്തിന്റെ ഒരു വക്താവാകുവാൻ ദൈവം നമുക്ക് അവസരം തരുമ്പോൾ സ്വർഗരാജ്യത്തിന്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും കൂട്ടുവിശ്വാസിയുടെ നന്മയ്ക്കും ആമേൻ കാരണമായി തീരട്ടെ. പരീശന്മാരും ശാസ്ത്രിമാരെ പോലെ അനാവശ്യമായ ശുശ്രൂഷയ്ക്കിടയിൽ വന്ന് അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് സമയം കളയാതെ സ്വർഗരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് നമ്മുടെ അധരങ്ങൾ കാരണമായി തീരട്ടെ. जो हमें मिला हुआ समय है, जो हमें समय परमेश्वर ने दिया है, नियुक्त किया है, उसके विषय में, उसके समय में हम जो काम की चीजें हैं, जो व्यर्थ बातें नहीं बल्कि परमेश्वर के वचन के बढ़ोतरी वाली बातें कह करके उस वचन को लोगों के साथ फैलाने का जो जिम्मेदारी हमें मिली है उनको हम पूरा करें। യേശു കർത്താവ് പൂർണ്ണമായി ചെയ്തു. यीशु मसीह ने वो अपनी जिम्मेदारी पूरी की। സ്വർഗരാജ്യത്തിൽ സംസാരിപ്പാൻ ലഭിച്ച കർത്താവിന്റെ സമയം കർത്താവ് നന്നായിട്ട് ഉപയോഗിച്ചു. स्वर्गीय राज्य की जो बातें यीशु मसीह को संसार में यहाँ करनी थी, उन्होंने अपनी जिम्मेदारी पूरी की। ശിഷ്യന്മാർ ആ കാര്യങ്ങൾ വളരെ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്ത് പൂർത്തീകരിച്ചു. यीशु मसीह के चेले जो शिष्य थे, उन्होंने अपनी भी जिम्मेदारी पूरी की। അവരുടെ അധരങ്ങളുടെ സംസാര നിമിത്തം നിരവധി സഭകൾ ഉണ്ടായി. സുവിശേഷം ദേശം പറഞ്ഞ് ലോകമറിഞ്ഞു. വേഗത്തിൽ ആമേ ലോകത്തിൽ സുവിശേഷം പ്രചരിപ്പാൻ അവരുടെ സംസാരം കാരണമായി. उनके जुबानों से जो बातें निकली वो नई नई कलीसिया को निर्माण करने के लिए, दुनिया को बदलने का एक कारण बन गया। രാവിലെ നമ്മെ ദൈവം ഭാഗം സമർപ്പിക്കാം. आज के दिन हम अपने आप को परमेश्वर के हाथों में समर्पित करें। അരുതാത്തൊന്നും നമ്മുടെ അധരം കൊണ്ട് പറവാൻ സ്വർഗരാജ്യത്തിനിടയാകരുത്. जो बातें नहीं निकलनी चाहिए हमारे जुबान से, वो स्वर्गराज में ना निकले। യേശുവിന്റെ അടുക്കൽ വന്നിട്ട് അവർ ചോദിപ്പാൻ എന്തെല്ലാം കാര്യമുണ്ടായിരുന്നു. उनके पास, यीशु मसीह के पास आकर कई सारे क्या क्या बातें पूछनी नहीं थी, എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കാമായിരുന്നു. क्या क्या सवाल पूछ सकते थे നമുക്ക് എങ്ങനെ വേഗത്തിൽ ദേശങ്ങളെ പിടിച്ചടക്കാം. वो पूछ सकते थे कैसे हम इस दुनिया को हम अपने काबू में रखें, എങ്ങനെ പാപത്തിന്റെ ബന്ധത്തെ നമുക്ക് അവസാനിപ്പിക്കാം, कैसे हम इन पापों को सत्यानाश करें। ആമേൻ. ഞങ്ങളും നിങ്ങളുടെ കുടുംബവും രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്തൊക്കെ ചെയ്യണം. वो ये भी पूछ सकते थे कि हम अपने परिवार सहित उद्धार पाने के लिए हमको क्या करना ഈ चाहिए। യഹൂദ മതത്തിനിടയിലുള്ള അനാവശ്യ കാര്യങ്ങൾ നീങ്ങുവാൻ സത്യത്തിൽ എന്തെല്ലാം നമുക്ക് ഒരുമിച്ച് ചെയ്യാം. वो ये यहूदी और शास्त्री ये सब अपनी परंपराओं को छोड़ करके वो सब क्या क्या सवाल और पूछ सकते ഇങ്ങനെ थे। നിരവധി ചോദ്യങ്ങൾ ചോദിക്കാമായിരുന്നു. പക്ഷെ അതൊന്നും ചോദിക്കാതെ അനാവശ്യമായിട്ട് സമയം കളഞ്ഞ പരീക്ഷന്മാരും ശാസ്ത്രിമാരും वो अपने बढ़ोतरी का सवाल ना पूछ करके, व्यर्थ सवाल पूछ करके अपना समय को व्यर्थ किया था। നമ്മുടെ പ്രാർത്ഥനാ സമയങ്ങളിൽ പ്രാധാന്യമുള്ളത് പ്രാർത്ഥിക്കണം. നാം जो हमारे प्रार्थना का समय है, जो जरूरी बात है, हम उनके लिए प्रार्थना करें। ആമേൻ. നമ്മുടെ വചനധ്യാന സമയങ്ങളിൽ വചനത്തിന്റെ മാർമിക വിഷയങ്ങൾ നാം ചിന്തിക്കണം, സംസാരിക്കണം. जो हमारा वचन का समय है, उसमें हम वचन की बातों को समझें और सोचें। നാം നിരന്തരമായി നാം ചിന്തിക്കുന്ന വിഷയങ്ങൾ, നാം അന്വേഷിക്കുന്നവ നമ്മുടെ സംസാര ഭാഷയെ മാറും. जो जिन बातों को हम ढूंढते हैं, जिन चर्चाओं के विषय में हम खोजते हैं, वही हमारे बातों का, हमारे वार्तालाप का विषय बन जाएगा। അഭിഷേകത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം, അന്വേഷിക്കാം. നമ്മുടെ ഭാഷയെ മാറട്ടെ. हमारा चर्चा का विषय अभिषेक होने पाए। ആമേൻ. ആളുകളുടെ മാനസാന്തരവും ദൈവരാജ്യത്തിന്റെ വിശാലതയും നമ്മുടെ അന്വേഷണവും നമ്മുടെ സംഭാഷണവുമായി മാറട്ടെ. प्रभु की कलीसिया की बढ़ोतरी और लोगों की बढ़ोतरी हमारा विषय, जो चर्चा का विषय होने पाए। ആഴത്തുള്ള വിശ്വാസവും ജീവിത വിശുദ്ധിയും
നമ്മുടെ അന്വേഷണവും നമ്മുടെ ചോദ്യങ്ങളും നമ്മുടെ ഉത്തരങ്ങളും എല്ലാം ആമേൻ ദൈവത്തിന്റെ വചനത്തിലും ഇപ്രകാരമുള്ള ഗുണമുള്ള കാര്യങ്ങളുമാകട്ടെ. परमेश्वर के वचन की बातों को और भेदों को ढूंढने का और उनको बारे में खोजने का हमारे पास समय निकालना चाहिए. ദൈവരാജ്യത്തിൽ വന്ന് കർത്താവിനെ കണ്ടുമുട്ടുവാനും കൂടെ ഇരിപ്പാനും ലഭിച്ച അവസരങ്ങളെ നന്നായിട്ട് ഉപയോഗിക്കാം. जो हमें समय मिला है वो अपने समय को हम सदुपयोग करें. നമുക്ക് ലഭിച്ച ആയുസ്സിന്റെ പ്രധാന ഭാഗം ദൈവരാജ്യത്തിൽ നിൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. हमें जो आयु परमेश्वर ने दी है उसका हम ज्यादातर समय परमेश्वर को दे. ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിന്റെ അടുക്കൽ വന്ന് പാരമ്പര്യത്തെ പറഞ്ഞ് അവർ അനാവശ്യമായി പാരമ്പര്യത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ കർത്താവരെ വചനത്തിലേക്ക് കൊണ്ടുവരികയാണ്. വചനം തിരുവെഴുത്ത് ഇപ്രകാരം പറയുന്നു. നമ്മുടെ സംസാരങ്ങൾ തിരുവെഴുത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തിരുവെഴുത്തിന്റെ മാർമിക വശങ്ങളൊക്കെ നമുക്ക് സംസാരിക്കണം. जो यीशु मसीह उन सबसे कहता है, जैसे वो परंपराओं से लेकर के यीशु मसीह ने उनको वचनों की ओर ले जाता है कि वो ये कहता है कि अपनी परंपराओं को छोड़ करके वचनों में चलना सीखो. നാം നിമിത്തം സ്വർഗ്ഗരാജ്യത്തിന് വിശാലത വേഗം സംഭവിക്കട്ടെ. हमारे कारण यीशु मसीह का सेवकाई की बढ़ोतरी होने पाए. നമ്മുടെ കൂട്ടുവിശ്വാസിയുടെ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളുടെ വിശ്വാസവും ജീവിതവും ആത്മീയ ജീവിതവും വേഗത്തിൽ വർദ്ധിക്കട്ടെ. हमारी चर्चाओं से हमारे बंधु मित्रों के परिवार की विश्वास की बढ़ोतरी होने पाए. ആമേൻ. നമ്മുടെ സംസാരങ്ങളും നമ്മളെ ഏൽപ്പിച്ച സഭയുടെ ആത്മീക വളർച്ച വേഗത്തിൽ സംഭവിക്കട്ടെ. हमारी जुबान से जो बातें निकले हैं, जो हमें मिली हुई कलीसिया है, उसकी बढ़ोतरी होने पाए. സത്യത്തെ പിന്തുടരാം. हम अपने सत्य को ढूंढें. വിശ്വാസത്തെ അന്വേഷിച്ച് നടക്കാം. अपने विश्वास को ढूंढें. അഭിഷേകത്തിന്റെ പിന്നാലെ ഗമിക്കാം. अपने अभिषेक के पीछे दौड़े. നമ്മുടെ സംസാര ഭാഷ തന്നെയാകട്ടെ. हमारी चर्चा का विषय वही होने पाए. ആമേൻ. നാം വളരെ പ്രാധാന്യമുള്ളവരാണ്. हम बहुत ही प्राथमिकता वाले लोग हैं. ആമേൻ. ദൈവം നമുക്ക് വളരെ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. परमेश्वर ने हमें प्राथमिकता दी നാം है. സാധാരണക്കാരല്ല. हम साधारण नहीं हैं. സ്വർഗ്ഗരാജ്യത്തിലെ പ്രധാനികൾ. हम अपने स्वर्गराज में प्रधान लोग हैं. നമ്മുടെ അധരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. अपनी जुबानों से परमेश्वर की आराधना करने पाए. നമ്മുടെ സംസാരങ്ങൾ നിമിത്തം സ്വർഗ്ഗരാജ്യം വേഗം വിശാലമാകട്ടെ. हमारी बातों से स्वर्गराज की बढ़ोतरी होने पाए. പാപികൾ മാനസാന്തരപ്പെടട്ടെ. पापी लोग मन फिराएं. രോഗികൾ സൗഖ്യമാകട്ടെ. रोगी चंगे हो जाएं. വിശ്വാസികൾ ബലം പ്രാപിക്കട്ടെ. विश्वासी बल प्राप्त करें. ഭൂതങ്ങൾ വിട്ടുമാറട്ടെ. शैतान के बंधन टूटने पाए. അതിവേഗം ദൈവസഭ വിശാലമാകട്ടെ. परमेश्वर कलीसिया जल्द से फैलने पाए. നമുക്ക് തമ്മിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. हम अपनी प्रार्थना में याद रखें. ദൈവരാജ്യത്തിന് ഒരുമിച്ച് അധ്വാനിക്കാം. हम मिल करके मेहनत करेंगे. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. हम मिल के प्रार्थना करेंगे. God bless you all. प्रभु आपका आशीष करे. ദൈവം നമ്മളെ സഹായിക്കട്ടെ. प्रभु हमारी सहायता करे. ആമേൻ. आमीन.